വെൽക്കം ബാക്ക് ടു ഹാഫ് പേജ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോ കാഡിൽ നമുക്ക് എങ്ങനെ യൂണിറ്റ് കൺവേർഷൻ ചെയ്യാം. നമ്മൾ ഇൻ്റർവ്യൂ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഓട്ടോ കാഡിൽ നിങ്ങൾക്ക് യൂണിറ്റ് കൺവേർഷൻ അറിയാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആസ്പെക്റ്റിലായിരിക്കും നമ്മുടെ ഇന്നത്തെ സെഷൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് ഓട്ടോ കാഡിൽ നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ബേസിക്കായിട്ടുള്ള കൺസിഡറേഷൻ? 1 ഫൂട്ട്, ഇതൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലേ. 1 ഫൂട്ട് എന്ന് പറയുന്നത് 304.8 mm ആണ്. പക്ഷെ നമ്മൾ ഓട്ടോ കാഡ് നമ്മൾ എടുക്കുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 1 ഫൂട്ട് എന്ന് പറയുമ്പോൾ 300 mm ഇക്വലൻ്റ് ആണ്. ഓക്കെ, അതേപോലെ 1 ഫൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 inches ആണ്. ഇതൊക്കെ വളരെ ബേസിക്കാണ്, വളരെ കമ്പൽസറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യൂണിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 1 ഫുട്ട് എന്ന് പറയുന്നത് 30.48 cm ആണ്. ഇതിനെയും അഗെയിൻ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 30 cm എന്നെടുക്കും. ഓക്കെ, 1 ഫുട്ട് എന്ന് പറയുമ്പോൾ 30 cm. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓർത്തോണം. ഓക്കെ, നെക്സ്റ്റ് 300 mm എന്ന് പറയുന്നത് 11.811 inches എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിയർ അബൌട്ട് നമ്മുടെ 300 mm എന്ന് പറയുന്നത് 12 inchസിൻ്റെ ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പോയിൻ്റ് ഓഫ് കൺസേൺ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നമുക്ക് എങ്ങനെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫീറ്റ് അല്ലെങ്കിൽ ഒരു ഫുട്ട് വില അടി കണക്ക് എങ്ങനെ നമുക്ക് സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യാം, അതേപോലെ അത് തന്നെ നമുക്ക് എങ്ങനെ mmൽ കൺവേർട്ട് ചെയ്യാം, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അതേപോലെ പിന്നെ നമ്മൾ mmൽ നിന്ന് എങ്ങനെ നമുക്ക് ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം അതും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ സെഷൻ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ സെഷൻ. അത് ഞാനൊരു നമ്മുടെ പോയിൻ്റ് ഓഫ് കൺസേൺ നമ്മൾ എടുക്കുകയാണ്. ഞാൻ ഒരു പുതിയ ഷീറ്റ് എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ആദ്യം എന്താണ്, ജസ്റ്റ് ഒരു റെഫറൻസിൽ എൽ നമുക്കറിയാം അല്ലേ, എൽ എൻ്റർ ഞാൻ പ്രസ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഡയറക്ഷൻ കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഫീറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഫീറ്റിലാകുമ്പോൾ ആദ്യം നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, UN എൻ്റർ. ഇവിടെ ഞാൻ പോയി എഞ്ചിനീയറിംഗിൽ പോയി എന്നിട്ട് ഞാൻ ഇവിടെ യൂണിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇഞ്ചസ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ നമ്മുടെ ഡയമെൻഷൻ്റെ ഡീറ്റെയിലിംഗ് സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്തിനാണ് ഇഞ്ചസ് എടുക്കുന്നത്. നമ്മളെപ്പോഴും ചെറിയ യൂണിറ്റാണ് എഞ്ചിനീയറിംഗിൽ എടുക്കുന്നത്. ഓക്കെ, ഇഞ്ച് സെറ്റ് ചെയ്തു, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടിക്കണക്കിൽ അല്ലെങ്കിൽ ഫീറ്റിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം ഞാൻ ചെറിയൊരു സിമ്പിളായിട്ടുള്ള റൂം എടുക്കുകയാണ് സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടി. ലൈൻ പ്രസ് ചെയ്തു, 5 അടിയുടെ വരയ്ക്കുവാണ്. ഓക്കെ, 5 feet. ഓക്കെ, 5 feet. ഇനി നമുക്ക് മേളിലോട്ടും വരയ്ക്കാം. എൻ്റർ. മേളിലോട്ടും 5 feet. അഗെയിൻ സൈഡിലോട്ട് 5 feet. അഗെയിൻ താഴോട്ട് 5 feet. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷൻ കൂടെ ചെയ്യണ്ടേ. അപ്പോൾ ഡയമെൻഷൻ കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് കീസൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഷോർട്ട് കീസ് ഇമ്പോർട്ടൻ്റ് ആണ്, മാൻഡേറ്ററി ആണ്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട പാരാമീറ്ററാണ് ഡയമെൻഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, DAM അല്ലെങ്കിൽ D ലീനിയർ, DIL എന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം 5 feet by 5 feet നമുക്ക് ഒരു ഏരിയ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ പ്ലാൻ ചെയ്യുവാകുമ്പോൾ നിങ്ങൾ വലിയ പ്ലാൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പം ഈ കണക്കിലായിരിക്കും നിങ്ങൾ വരയ്ക്കുന്നത്, അടിക്കണക്കിലായിരിക്കും വരയ്ക്കുന്നത് എഞ്ചിനീയറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫീറ്റിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ വലിയ ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ എല്ലാം ചിലപ്പോൾ കാൽക്കുലേഷൻ മാറ്റാൻ പറയും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സംഭവം അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇങ്ങനെ കൺവേർട്ട് ചെയ്തു. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്, നമുക്കറിയാം ഡയമെൻഷൻ ചെയ്യാൻ അറിയാം അല്ലേ. അപ്പോൾ എൻ്റർ, ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറാണ്. എൻ്റർ ചെയ്തു, സ്റ്റാൻഡേർഡിൽ പോയി മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്തു. ഇതൊക്കെ നമുക്ക് ഓൾറെഡി കുറേ പ്രാവശ്യം നോക്കിയതാണ്. ഓക്കെ, എന്നിട്ട് എന്താണ് പ്രൈമറി യൂണിറ്റ്സ് എന്തായിരിക്കണം, നമ്മൾ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തേക്കുന്ന അതേ യൂണിറ്റ് തന്നെ ഇവിടെ സെറ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ അവിടെ എന്താണ് ഇത് എഞ്ചിനീയറിംഗ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് സെറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ പ്രസ് ചെയ്യണം. എന്നിട്ട് സെറ്റ് കറണ്ട് ചെയ്യണം. ഓക്കെ, സെറ്റ് കറണ്ട് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യണം. മനസ്സിലല്ലോ. അപ്പോൾ അത് യൂണിറ്റ് സെറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മുടെ ഡയഗ്രാം വരയ്ക്കണം, എന്നിട്ട് ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ പ്രസ് ചെയ്ത് ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ യൂസ് ചെയ്യണം. എന്നിട്ട് ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എഞ്ചിനീയറിംഗ് എന്താണ് നമ്മൾ ഇനീഷ്യലി അവിടെ എടുത്തത് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ, അവിടെ അതേപോലെ തന്നെ നമ്മുടെ ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറിലും നമ്മൾ എഞ്ചിനീയറിംഗ് എടുത്ത് ഈ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമുക്ക് നോക്കാം. നമുക്ക് അറിയാം ഓൾറെഡി എന്താണ്, നമുക്ക് സ്കെയിലിൻ്റെ
ഷോർട്ട് കീ അറിയാം. എന്താണ് ഷെയിലിൻ്റെ ഷോർട്ട് കീ? SC അല്ലേ? അപ്പോൾ സ്കെയിൽ SC എൻ്റർ ചെയ്തു. അപ്പോൾ പറയും എന്താണ് സെലക്ട് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? എൻ്റർ പ്രസ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? താഴെ നമുക്ക് ഇവിടെ കാണാം എന്താണ്? സ്പെസിഫൈ ബേസ് പോയിൻ്റ്. അപ്പോൾ ബേസ് പോയിൻ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ എടുക്കുക. ബേസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ പറയുന്ന പോയിൻ്റ് എന്താണ്? സ്പെസിഫൈ സ്കെയിൽ ഫാക്ടർ ഓർ കോപ്പി റിഫറൻസ്. അപ്പോൾ ഞാൻ റിഫറൻസ് ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ റിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ R പ്രസ് ചെയ്യണം. R പ്രസ് ചെയ്യുമ്പോൾ എന്താവുന്നതെന്ന് വെച്ചാൽ ആദ്യം സ്പെസിഫൈ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ അടിക്കണക്കാണ് അല്ലേ? അപ്പോൾ ഒരു ഫീറ്റ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ നോക്കിയത്? ഒരു ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഒരു ഫീറ്റ് എന്ന് പറയുമ്പോൾ 30.48 ആണ്. അപ്പോൾ അതിൻ്റെ റഫായിട്ട് നമ്മൾ എത്രയാണ് എടുക്കുന്നത്? 30 സെൻറ്റിമീറ്റർ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ഫീറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്? ഒരു ഫീറ്റാണ് അല്ലേ? അപ്പോൾ ഒരു ഫീറ്റ് എന്ന് അടിക്കും, അല്ലെങ്കിൽ 12 ഇഞ്ചസ് എന്നും അടിക്കാം. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ഒരു ഫീറ്റ് എന്ന് അടിച്ചു. ഒരു ഫീറ്റാണ് നമ്മുടെ റെഫറൻസ് ലെങ്ത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു ഫീറ്റ് അടിക്കും. എന്നിട്ട് ഞാൻ എൻ്റർ പ്രസ് ചെയ്യും. ഇനി നമുക്ക് ഇതിനെ ഏതിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രസൻ്റ്ലി നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ 30.48 സെൻറ്റിമീറ്റർ ആണ്. അതിന് റൗണ്ടായിട്ട് നമ്മൾ 30 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കാണാൻ പറ്റും സ്പെസിഫൈ ന്യൂ ലെങ്ത്. കാണുന്നുണ്ടോ? സ്പെസിഫൈ ന്യൂ ലെങ്ത് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സ്പെസിഫൈ ന്യൂ ലെങ്ത്തിൻ്റെ ആ ഏരിയയിൽ ഞാൻ എന്ത് ചെയ്യും? 30 എന്നടിക്കും. ഓക്കെ, ഞാനിതിനെ ഒരു ഫീറ്റിന് 30 സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 30 എന്നടിച്ചു. 30 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുകയാണ്. 30 ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുമ്പോൾ നമ്മുടെ ഡയഗ്രാം വലുതായി. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? 12 അടി 6 ഇഞ്ച് അങ്ങനത്തെ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്തു? D എൻ്റർ ചെയ്തു. ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറിലോട്ട് പോവുകയാണ്. ഓക്കെ, സ്റ്റാൻഡേർഡിൽ ക്ലിക്ക് ചെയ്തു, മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്തു. അഗെയിൻ മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണ്? പ്രൈമറി യൂണിറ്റ്സ് ഓൾറെഡി അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എന്തിലാണ് വേണ്ടത്? എഞ്ചിനീയറിംഗിലല്ല വേണ്ടത്. നമുക്ക് എന്തിലാണ് വേണ്ടത്? നമുക്ക് സെൻറ്റിമീറ്ററാണ് നമ്മൾ ടൈപ്പ് ചെയ്തത് അല്ലേ? അപ്പോൾ സെൻറ്റിമീറ്റർ വേണമെങ്കിൽ നമ്മൾ ഡെസിമൽ ക്ലിക്ക് ചെയ്യണം. ഡെസിമൽ ക്ലിക്ക് ചെയ്തു. ടെക്സ്റ്റിൽ പോയി നമ്മുടെ സൈസ് നമ്മൾ കൂട്ടാം. ഓക്കെ, സൈസ് ഫോർ എക്സാമ്പിൾ ഇത് തന്നെ നമുക്ക് അടിച്ച് നോക്കാം. 4 ഇഞ്ച് നമുക്ക് നോക്കാം. ചിലപ്പോൾ സൈസ് കുറവായിരിക്കും കേട്ടോ. അപ്പം ഇതും 4 ഇഞ്ച്. ഓക്കെ പ്രസ് ചെയ്തു. എന്നിട്ട് ഞാൻ സെറ്റ് കറണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ക്ലോസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടത്? 150 എന്ന് കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ ആദ്യം 5 അടി എന്ന് കണക്കായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പം 5 ഫീറ്റ് ഇൻറ്റു 30 ചെയ്യുമ്പോഴാണ് നമുക്ക് 150 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നത്. മനസ്സിലാവും? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? 5 ഫീറ്റിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. 5 ഫീറ്റിനെ നമ്മൾ സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 5 ഫീറ്റ് ഇൻറ്റു 30 സെൻറ്റിമീറ്റർ നമുക്ക് ചെയ്യുമ്പോൾ 150 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീറ്റിൽ നിന്ന് സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യണം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഫോമിൽ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അഗെയിൻ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ബാക്ക് അടിക്കുകയാണ്. കൺട്രോൾ Z പ്രസ് ചെയ്യുകയാണ്. അഗെയിൻ ഞാൻ mm കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ mm കൺവേർട്ട് ചെയ്യാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാവും. SC എൻ്റർ, സ്കെയിൽ സെലക്ട് ചെയ്തു, നമ്മുടെ ഫുള്ളായിട്ടുള്ള പാരാമീറ്റർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ സെലക്ട് ചെയ്തു, ബേസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പം എന്താണ് പറയുന്നത്? സ്പെസിഫൈ സ്കെയിൽ ഫാക്ടർ. ഇപ്പോൾ റിഫറൻസ്. അപ്പോൾ ഇവിടെ ഞാൻ റിഫറൻസ് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് റിഫറൻസ് എന്താണ്? ഇവിടെ നമ്മൾ റിഫറൻസിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഒരു അടി അല്ലെങ്കിൽ 12 ഇഞ്ച് എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ അഗെയിൻ ഒരു അടി എടുക്കുകയാണ്. നമുക്ക് ഒരു അടീനെയാണ് നമുക്ക് എന്തിൽ കൺവേർട്ട് ചെയ്യേണ്ടത്? നമുക്ക് 300 mm കൺവേർട്ട് ചെയ്യണം. നമുക്ക് ആക്ച്വലായിട്ടുള്ള കൺവേർഷൻ അറിയാം അല്ലേ? എന്താണ് 1 ഫുട്ട് എന്ന് പറയുന്നത്? 304.8 ആണ് അല്ലേ? 304.8 നമ്മൾ റഫായിട്ട് 300 എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു? സ്പെസിഫൈ റിഫറൻസിൽ ഒരു അടി എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുകയാണ്. അഗെയിൻ ന്യൂ ലെങ്ത്. ഇനി ഏതിനോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? 300 അല്ലേ? mm സോ 300 ആണ്. 300ൽ ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റർ പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ കൺവേർട്ടായി. കണ്ടോ? കൺവേർട്ടായി. പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്. 125 അടി എന്നാണ് കാണിക്കുന്നത് അല്ലേ? അപ്പം അഗെയിൻ ഞാൻ എന്താണ്? D അല്ലെങ്കിൽ ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറിൽ പോയി മോഡിഫൈ ചെയ്തിട്ട് പ്രൈമറി യൂണിറ്റ്സിൽ പോയി ഇവിടെ എഞ്ചിനീയറിംഗ് ആണ്, അതിനെ മാറ്റി ഡെസിമലാക്കി. ടെക്സ്റ്റിന് നമുക്ക് സൈസ് കൂട്ടണ്ടേ? ടെക്സ്റ്റിൻ്റെ സൈസ് ഞാൻ 12 ഇഞ്ച് എന്നാക്കുവാണ്, അല്ലെങ്കിൽ 2 അടി എന്നാക്കാം. ഓക്കെ, 2 അടി കുറച്ചുകൂടെ വലുതാക്കാൻ വേണ്ടി. ഓക്കെ, ഇവിടെ ഞാൻ
2 അടി ആക്കുവാണ്. ഓക്കെ, 2 അടി ചെയ്തു, സെറ്റ് കറണ്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പം മനസ്സിലാവുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം നോക്കിയത് എന്താണ്, നമ്മൾ 5 ഫീറ്റിനെ നമുക്ക് എന്താണ് 300 mm വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, 1500 mm എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫീറ്റിനെ mmലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാവും. ഇത് നമുക്ക് ഏറ്റവും ഇൻ്റർവ്യൂ പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്, നമ്മൾ ഫീറ്റിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഫീറ്റിനെ നമുക്ക് mmലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂണിറ്റ്സിലും ശ്രദ്ധിക്കണം, അതേപോലെ ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറിലും ശ്രദ്ധിക്കണം. അതനുസരിച്ച് നമ്മൾ യൂണിറ്റ് മാറ്റി കൊടുക്കണം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കുന്നത്, ഇനി നമുക്കിപ്പം പാരാമീറ്ററിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഏതിലാണ്, ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അഗെയിൻ നമുക്കിപ്പം ഏതാണ് നമ്മുടെ യൂണിറ്റ് എന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് ഞാൻ UN പ്രസ് ചെയ്തു. ഇപ്പം നമ്മുടെ എഞ്ചിനീയറിംഗ് ആണ്, അപ്പോൾ നമുക്ക് ആണല്ലോ നമ്മുടെ പാരാമീറ്റർ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഡെസിമലിലോട്ട് മാറ്റി, എന്നിട്ട് ഞാൻ ഇവിടെ നമുക്ക് mmലോട്ട് ചേഞ്ച് ചെയ്യും. ബിക്കോസ് നമ്മുടെ പ്രസൻറ്റ് ഡ്രോയിങ് mmലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ അത് മാറ്റി. ഓക്കെ, അതേപോലെ D എൻ്റർ. ഇപ്പം നമ്മുടെ എന്താണ് കിടക്കുന്നത്, മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈമറി യൂണിറ്റ്സ് നോക്കിയേക്കാം, ഡെസിമലിൽ തന്നെയാണ്, കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആകുമ്പോൾ നമ്മളതിനെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, സ്കെയിൽ ഫാക്ടർ മറ്റേത് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്യണം. SC എൻ്റർ, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, എൻ്റർ. ഇനി ബേസ് പോയിൻറ്റ് ഞാൻ എവിടെയെങ്കിലും സെലക്ട് ചെയ്തു, ബേസ് പോയിൻറ്റ് സെലക്ട് ചെയ്തു. ഇനി റെഫറൻസ് എടുക്കുകയാണ്, R ഫോർ റെഫറൻസ്, R എൻ്റർ. ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം, എന്താണ്, സ്പെസിഫൈ റിഫറൻസ് ലെങ്ത്. അപ്പോൾ ഇവിടെ റിഫറൻസ് ലെങ്ത് എന്താണ്, നമ്മുടെ mmലാണ്. സോ റിഫറൻസ് ലെങ്ത് എന്ന് പറയുമ്പോൾ 300 mm ആണ്, അല്ലേ. 300 mmനെയാണ് നമുക്ക് ഒരു ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ റിഫറൻസ് ലെങ്ത്തിൻ്റെ അവിടെ 300 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇനി നമുക്ക് എന്താണ്, സ്പെസിഫൈ ന്യൂ ലെങ്ത് എന്ന് പറഞ്ഞു, അല്ലേ. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ, ഇപ്പം നമ്മൾ 1 ഫീറ്റ് എന്ന് അടിക്കുവാണെങ്കിൽ അത് ഇൻവാലിഡ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, mmലാണ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫീറ്റിൻ്റെ വാല്യൂ അടിക്കാൻ പറ്റത്തില്ല, നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. നമുക്ക് അടിക്കാൻ പറ്റുന്ന എന്ത് പാരാമീറ്ററാണ്, 12 ഇഞ്ചസ് എന്നേ അടിക്കാൻ പറ്റൂ. അതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കിയത്. എന്താണ്, 300 mm എന്ന് പറയുന്നത് 11.8 സംതിങ് ആണ് നമ്മുടെ ഇഞ്ചസ് വരുന്നത്, അതായത് നിയർ അബൌട്ട് 12 ഇഞ്ചസ്. അപ്പോൾ 300 mm എന്ന് പറയുമ്പോൾ 12 ഇഞ്ചസിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ 12നെ നമ്മൾ ഒരു ഫീറ്റിന് പകരം നമ്മൾ 12 ഇഞ്ചസ് അടിക്കുകയാണ്. ഓക്കെ, 300 mm നമ്മുടെ റെഫറൻസ് ലെങ്ത്തിൽ അടിച്ചു, എന്നിട്ട് ന്യൂ ലെങ്ത്തിൻ്റെ അവിടെ 12 ഇഞ്ചസ് അടിക്കുകയാണ്. 12 എന്ന് അടിച്ചാൽ മതി, ഇഞ്ചസിന് അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്തു. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്, ഇങ്ങനെ കൺവേർട്ടായി കിട്ടി. പക്ഷേ ഇത് കറക്റ്റ് ആക്കണ്ടേ നമുക്ക്, അതെങ്ങനെയാണ് ആക്കേണ്ടത്, D എൻ്റർ സ്റ്റാൻഡേർഡിൽ പോയി, മോഡിഫൈയിൽ പോയി, എന്നിട്ട് അഗെയിൻ എന്താണ് ചെയ്യേണ്ടത്, പ്രൈമറി യൂണിറ്റ്സിൽ പോകണം. എന്നിട്ട് നമുക്ക് അടിക്കണക്കാണ് വേണ്ടത്, അല്ലേ. അപ്പോൾ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ടെക്സ്റ്റ് നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കണ്ടേ. അപ്പോൾ ടെക്സ്റ്റ് കുറയ്ക്കാൻ ഞാൻ 5 അടിക്കുവാണ്, സിമ്പിളിൻ്റെ അവിടെയും 5 അടിക്കുകയാണ്. ചിലപ്പോൾ കുറവായിരിക്കും, നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തു, ക്ലിക്ക് ചെയ്തു, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് mmനെ നമ്മൾ ഫീറ്റിലും കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്തത്, ആ ഒരു റെഫറൻസ് കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഫീറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്തു. അപ്പോൾ 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ 30 ആണ് നമ്മുടെ റിഫറൻസ് ഫാക്ടറായിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, ആദ്യം റിഫറൻസ് 1 ഫീറ്റ് ആയിട്ട് എടുത്തു, എന്നിട്ട് നമ്മൾ ന്യൂ ലെങ്ത്തിൻ്റെ അവിടെ 30 സെൻറ്റിമീറ്റർ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫീറ്റിനെ നമ്മൾ mmൽ കൺവേർട്ട് ചെയ്തു. mmൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 300 ആണ് നമ്മൾ ന്യൂ ലെങ്ത് ആയിട്ട് എടുത്തത്. റിഫറൻസിനെ 1 ഫീറ്റ് എന്ന് എടുത്തു, അല്ലെങ്കിൽ 12 ഇഞ്ച് എന്ന് എടുക്കാം, ഏതുകൊണ്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ 12 ഇഞ്ചെന്നും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, 1 ഫുട്ട് എന്ന് എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ലെങ്തിന് 300 mm എന്നെടുത്തു. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തത്, 300 അല്ലെങ്കിൽ mmനെ നമ്മൾ എന്ത് കൺവേർട്ട് ചെയ്തു, ഫീറ്റിൽ കൺവേർട്ട് ചെയ്തു. അതാകുമ്പോൾ പ്രശ്നം എന്താണ് വരുന്നത്, mmനെ നമ്മൾ ഫീറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും യൂണിറ്റ് ശ്രദ്ധിക്കണം, യൂണിറ്റ് ചേഞ്ച് ചെയ്യണം. അതേപോലെ നമ്മുടെ ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറിൻ്റെ D പ്രസ് ചെയ്തിട്ടുള്ള ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറിൽ മോഡിഫൈ ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ പ്രശ്നം വരുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് mmനെ നമുക്ക് ഫീറ്റിൽ അല്ലെങ്കിൽ ഫൂട്ടിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ mmനെ ഇഞ്ചസിൽ കൺവേർട്ട് ചെയ്യണം. ബിക്കോസ് 1 ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചസിന് ഇക്വലൻ്റ് ആണ്. നമുക്ക് 1 ഫുട്ട് അടിക്കാൻ പറ്റത്തില്ല mmൻ്റെ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ mmന് യൂണിറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക്
ഫീറ്റ് അല്ലെങ്കിൽ അടിക്കണക്ക് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 12 ഇഞ്ചസ് അടിക്കുന്നത്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കൺവേർഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഓഫ് കൺസേൺ. ഓക്കെ, നമ്മൾക്ക് എങ്ങനെയാണ് ഓട്ടോക്യാഡിൽ യൂണിറ്റ് കൺവേർഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ്ഫുള്ളി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ മാക്സിമം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.